MGM റേഡിയോ ക്ലബിൻ്റെ അടുത്തൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഇമ്മിണി ബെല്ലി ബഷീർ അനുസ്മരണം. സാമാന്യം മലയാള ഭാഷ അറിയാവുന്ന ആർക്കും മനസ്സിലാകുന്ന സാഹിത്യം, അതാണ് ബഷീർ മലയാളിക്ക് നൽകിയത്. ഒരു സാഹിത്യകാരന്റെ കൃതികളെ മനസ്സിലാക്കാനോ പഠിക്കാനോ സാഹിത്യകാരൻ എന്ന വ്യക്തിയെ അറിഞ്ഞിരിക്കണമെന്നില്ല. എന്നാൽ അയാളുടെ ജീവിതത്തിലേക്ക് കൂടി ഒരു ഉൾക്കാഴ്ച നമുക്കുണ്ടെങ്കിൽ കൂടുതൽ ഫലപ്രദമായി അയാളുടെ കൃതികളെ നമുക്ക് ആസ്വദിക്കാനാകും. ബഷീർ കൃതികളിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ ചിന്തയ്ക്ക് പ്രസക്തിയേറുന്നു. തൻ്റെ സമകാലീനരെ പോലെ വിസ്തരിച്ചെഴുതാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഇല്ലാത്തതുകൊണ്ടാവില്ല ചുരുങ്ങിയ വാക്കുകളിലൂടെ ഒരു വലിയ ആശയപ്രപഞ്ചത്തെ അദ്ദേഹം നമുക്ക് നൽകിയത്. കാമ്പുള്ള സാഹിത്യ സൃഷ്ടി നടത്തണമെങ്കിൽ അനുഭവങ്ങളുടെ തീച്ചൂളയിൽ ജ്വലിച്ചതായിരിക്കണം. 1920 സ്വാതന്ത്ര്യ സമരത്തിൽ, തുടർന്ന് ഉപ്പു സത്യാഗ്രഹം, ഇന്ത്യ ഒട്ടാകെയുള്ള സഞ്ചാരം, ജയിൽവാസം, അറേബ്യ, ആഫ്രിക്ക തുടങ്ങി ഇടങ്ങളിലെ ഊരുചുറ്റൽ, കണക്കപ്പിള്ള, ഇംഗ്ലീഷ് ട്യൂഷൻ മാസ്റ്റർ, കൈനോട്ടക്കാരൻ, അടുക്കളപ്പണിക്കാരൻ, മിൽ തൊഴിലാളി, ഗേറ്റ് കീപ്പർ, ഹോട്ടൽ തൊഴിലാളി, ന്യൂസ് പേപ്പർ വിതരണക്കാരൻ, മജീഷ്യന്റെ അസിസ്റ്റന്റ്, കപ്പലിലെ കലാസി, ഹിന്ദു സന്യാസിയുടെയും മുസ്ലിം സൂഫിയുടെയും കൂടെയുള്ള ജീവിതം. അങ്ങനെ സുൽത്താൻ കൈവയ്ക്കാത്ത മേഖലയുണ്ടോ? വളരെ കുറച്ചും മാത്രം എഴുതിയിട്ടും ബഷീർ സാഹിത്യം എന്നത് മലയാളത്തിലെ ഒരു സാഹിത്യശാഖയായി മാറിയത് അദ്ദേഹത്തിന്റെ തീവ്രമായ മനുഷ്യസ്നേഹം കൊണ്ടായിരുന്നു. ഹാസ്യം കൊണ്ട് അദ്ദേഹം വായനക്കാരെ ചിരിപ്പിച്ചു, കൂടെ കരയിപ്പിക്കുകയും ചെയ്തു. സമൂഹത്തിന്റെ അടിത്തട്ടിൽ ജീവിക്കുന്ന മനുഷ്യരുടെ കഥകൾ അദ്ദേഹം പറഞ്ഞപ്പോൾ അത് ജീവസുറ്റതായി. ജയിൽ പുള്ളികളും ഭിക്ഷക്കാരും വേശ്യകളും പട്ടിണിക്കാരും സ്വവർഗാനുരാഗികളും നിറഞ്ഞ ഒരു ഫാന്റസിയായിരുന്നു ബഷീറിന്റെ ലോകം. ഇത്തരം കഥാപാത്രങ്ങളുടെ ചിന്തകൾക്കോ വികാരങ്ങൾക്കോ അതുവരെയുള്ള സാഹിത്യത്തിൽ സ്ഥാനമുണ്ടായിരുന്നില്ല. സമൂഹത്തിന് നേരെയുള്ള വിമർശനം നിറഞ്ഞ ചോദ്യങ്ങൾ അദ്ദേഹം ഹാസ്യത്തിൽ ഒളിപ്പിച്ചു വെച്ചു. സമൂഹത്തിൽ ഉന്നത നിലവാരം പുലർത്തുന്നവർ മാത്രം നായകന്മാരാവുക, മുസ്ലിം കഥാപാത്രങ്ങളെ വില്ലന്മാരായി ചിത്രീകരിക്കുക തുടങ്ങിയ പ്രവണതകളിൽ നിന്നും നോവലുകൾക്ക് മോചനം നൽകിയത് ബഷീറാണ്. തീക്ഷ്ണമായ അനുഭവങ്ങളുടെ തീവ്രത അദ്ദേഹത്തിന്റെ കൃതികളെ അനശ്വരമാക്കി. ഇസ്ലാം മതത്തിൽ ഒരു കാലത്തു നിന്നിരുന്ന എല്ലാവിധ അനാചാരങ്ങൾക്കെതിരെയും വിമർശനാത്മകമായി അദ്ദേഹം തൂലിക ചലിപ്പിച്ചു. ഇങ്ങനെ ഭ്രാന്തെടുത്ത് തൻ്റെ തീവ്രാനുഭവങ്ങളെ ഒരു അയൽക്കാരനോടെന്ന വിധം മലയാളിയോട് പറഞ്ഞു തന്ന ആ മഹാനുഭാവന്റെ മുന്നിൽ വിദ്യാരംഗത്തിന്റെ സ്മരണാഞ്ജലി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി മറ്റൊരു എപ്പിസോഡിൽ കാണുമെന്ന പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം സൗമ്യ.